ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചേനയും ചെറുപയറിൻ്റെയും തോരനാണ്. ആദ്യം ചേനയെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഞാൻ മൈക്രോവേവ് ചെയ്ത് സ്റ്റീം ചെയ്യാൻ അറൗണ്ട് 12 മിനിറ്റ്സ് മൈക്രോവേവ് ചെയ്തു ഉപ്പും ഇട്ടിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യണേ. അടച്ചു വെച്ച് സ്റ്റീം ചെയ്താലേ അത് വേവത്തുള്ളൂ. പിന്നെ ഇച്ചിരി ചെറുപയറിൽ മഞ്ഞളും ഉപ്പും ഇട്ട് അത് പ്രഷർ കുക്ക് ചെയ്യണം. അന്നേരം അത് അന്നേരത്തേക്ക് നമ്മുടെ ചേന എല്ലാം വെന്ത് വരും. 10 മിനിറ്റ് 12 മിനിറ്റ് ആയി കാണും. അന്നേരം അത് വെന്ത്. പിന്നെ ഇച്ചിരി തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾ എല്ലാം കൂടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ സാധാരണ ഡ്രൈ ഗ്രൈൻഡറില്ല, ആ ഡ്രൈ ഗ്രൈൻഡറിലൊന്ന് കറക്കിയെടുക്കും. അന്നേരം അത് കറക്കിയെടുത്ത് പിന്നെ കടുക് വറക്കാനുള്ളത് കടുക്, മഞ്ഞൾ ഞാൻ അറിയാതെ തൊട്ടതാണ്, മുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ കടുക് വറക്കാനുള്ള സാധനം. അന്നേരം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കടുകിടണം. ചെറിയ 1 സ്പൂണോ 2 സ്പൂൺ കടുക് 2 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകൾ പതുക്കെ അതിൻ്റെ കൂടെ ഇടണം. അന്നേരം കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് വെച്ചേക്കുന്ന അതെടുത്ത് ഇടണം. അത് ചൂടായി കഴിയുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതങ്ങോട്ടിടും. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഇച്ചിരി കറിവേപ്പില ഇടും. കറിവേപ്പില നേരത്തെ ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിത് ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളും ഫ്ലെയിം ലോ ആക്കിയിട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് അതും കൂടെ ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങുമല്ലോ. അന്നേരം നമ്മൾ ചെറുപയർ വെന്തത് അതിൻ്റെ അകത്തോട്ട് ഇടണം. ചെറുപയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മൈക്രോവേവിൽ വേവിച്ച് വെച്ച ചേനയുണ്ടല്ലോ, ചേന ചെറുതായിട്ടായിരുന്നു അരിഞ്ഞ് ഞാൻ മൈക്രോവേവ് ചെയ്ത്. വലിയ കഷ്ണമല്ല, ചെറിയ കഷ്ണമാണ്. അന്നേരം അതും കൂടെ ഇതിൻ്റെ അകത്തിട്ട് ഒരിച്ചിരി 2 മിനിറ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അത് പതുക്കെ ഇളക്കണം. എല്ലാം കൂടെ 2 മിനിറ്റ് ഇളക്കാൻ നോക്കിയിരിക്കുക. അത് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പം നമുക്ക് എന്തോ ചെയ്യേണ്ടത്, നമ്മുടെ മിക്സിയിൽ അടിച്ചു വെച്ച തേങ്ങ, മഞ്ഞൾ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളിയുള്ള ഐറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടേണ്ടതാണ്. അന്നേരം പതുക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനിയും ഇതിൻ്റെ അകത്ത് തേങ്ങയും കൂടെ മിക്സും കൂടെ ഇടും. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് വെച്ച് ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. എന്നിട്ട് ഞാൻ അടച്ചു വെക്കുന്ന വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് അതില്ല. ഇച്ചിരി മിക്സി കഴുകിയ വെള്ളവും കൂടെ അതിന് ഒഴിച്ചു കൊടുക്കും. അന്നേരം ഇതിൻ്റെ ആവിയിൽ ഈ തേങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടും. ഞാൻ പിന്നെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ബിക്കോസ് ചെറുപയറും ചേനയിലും എല്ലാം ഉപ്പിട്ടാണ് വേവിച്ചത്. അത് കാരണം പിന്നെ ഉപ്പിടാൻ പോയില്ല, ബിക്കോസ് ഓൾറെഡി ഉപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. നിങ്ങൾ ഉണ്ടാക്കുമ്പം അതിനനുസരിച്ച് ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചേനയും ചെറുപയറും തോരൻ റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എന്തെങ്കിലും കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. അന്നേരം
നമുക്ക് ഇച്ചിരി ചേനയൊക്കെ ബാക്കി വരുന്നത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതിനു വേണ്ടി എല്ലാത്തിനും ഒരു മിക്സായി പ്രോട്ടീൻ ഉള്ള ഒരു ഫുഡാവും. ഹാവ് എ ഗുഡ് ഡേ. ബൈ.